അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തേ അഭിയാത്ര നടത്താൻ അവരെ പ്രേരിപ്പിച്ചത്? അന സയ്യിദു വൽദി ആദം, ആദം സന്തതികളുടെ അഭയകേന്ദ്രമാണ് ഞാൻ. നിങ്ങൾക്ക് ഏത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നാൽ ഓടി വന്നോ. ആദം സന്തതി അല്ലാത്തത് കൊണ്ട് ചിലരൊക്കെ പറയും പാടില്ലാതെ. അവർ ആദം സന്തതി അല്ലാതെ മനസ്സിലാക്കിയാൽ മതി. ആദം സന്തതികളാണല്ലോ നമ്മളൊക്കെ. നമ്മളോട് പറഞ്ഞു റസൂലുള്ളാഹി തങ്ങൾ ഞാൻ ആദം സന്തതികളുടെ അഭയകേന്ദ്രമാണ്. ഇത് റസൂലുള്ള പറഞ്ഞപ്പോ ചില മൗലവിമാർ രംഗത്തിറങ്ങി. അവർ പറയാണ് തരോ, റസൂലുള്ളാഹിനെ പറ്റിയിട്ട് സ്വലാത്ത് ചെല്ലുമ്പോ ചില ആളുകൾക്ക് സയ്യിദിന എന്ന് പ്രയോഗിക്കുന്നുണ്ട്. അത് പാടില്ല. റസൂലുള്ള പറയുന്നു ഞാൻ സയ്യിദാണ് നിങ്ങളുടെ. അതല്ലേ നമ്മൾ സ്വലാത്തിൽ ചൊല്ലുന്നത്, ഞാൻ സയ്യിദാണ് നിങ്ങളുടെ. അപ്പൊ നമ്മൾ പറയുന്നു അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്, മുഹമ്മദ് നബിയാകുന്ന ഞങ്ങളുടെ അഭയകേന്ദ്രത്തിന്റെ പേരിൽ, ഞങ്ങളുടെ സയ്യിദിന്റെ പേരിൽ നീ സ്വലാത്ത് സമർപ്പിക്കണം അല്ലാഹ്. ഇത് നമ്മൾ പറയുന്നു. അത് റസൂലുള്ള പഠിപ്പിച്ചതല്ലേ. ഒരാൾ വന്നിട്ട് പറയാണ് ഞാൻ നിന്റെ കൂട്ടുകാരനാണ്. ഉടനെ ഇവൻ വിളിച്ചു എന്റെ കൂട്ടുകാരാ. അത് തെറ്റാ. നിങ്ങൾ ചിന്തിക്ക്, ബുദ്ധിയുള്ളവർ ചിന്തിക്ക്. ഇവിടെ വന്ന് പ്രസംഗിച്ച മൗലവി പറയുന്നു, മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന ആ മുജാഹിദുകാരൻ പറയുന്നത് എന്താ? സ്വലാത്ത് ചെല്ലുമ്പോ സയ്യിദിന എന്ന് പറയണ്ട. എന്തൊരു ദേഷ്യാണ് റസൂലുള്ളാഹിനോട്. സ്വന്തം ബാപ്പാനോട് ദേഷ്യമില്ല, ഉമ്മാനോട് ദേഷ്യമില്ല, റസൂലുള്ളാഹിനോടാണ് ദേഷ്യം. എത്രത്തോളം? റസൂലുള്ളാഹി തങ്ങൾ സാധാരണ മനുഷ്യനാണ്. ദേഷ്യം തീർക്കുക. റസൂലുള്ളാഹി തങ്ങൾ സാധാരണ മനുഷ്യനാണ്. നാറുന്ന വിയർപ്പിന്റെ ഉടമയാണ്. ഞാൻ ചോദിക്കട്ടെ, സാധാരണ മനുഷ്യരുടെ സ്വഭാവമാണോ റസൂലുള്ളാഹി തങ്ങൾക്കുള്ളത്? ഉദാഹരണത്തിന് ഒന്ന് തൊക്ക് മണത്ത് നോക്കിയാൽ പോരെ, കക്ഷൊന്ന് ഉയർത്തി നോക്കിയാൽ പോരെ, അപ്പൊ തിരിയിലെ സാധാരണക്കാരനാണോ അല്ലേ എന്ന്? റസൂലുള്ളാഹി തങ്ങളുടെ വിയർപ്പിനെ സംബന്ധിച്ച് സ്വഹാബത്ത് വിശ്വസിച്ചത് എന്താണ്? അവർ പറഞ്ഞത്? ഉമ്മു സലീം റളിയല്ലാഹു അൻഹാ, ആ ഉമ്മു സലീം റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി തങ്ങളുടെ വിയർപ്പിനെ സംബന്ധിച്ച് പറഞ്ഞതോ നർജു ബറകതഹു ലിസ്ബിയാനിനാ, നബിയേ അങ്ങയുടെ വിയർപ്പ് അത് ഞങ്ങളുടെ മക്കൾക്ക് വല്ല പ്രയാസവും പ്രതിസന്ധിയും വരുമ്പോൾ അങ്ങയുടെ വിയർപ്പ് അല്പമെടുത്ത് ഞങ്ങളത് പുരട്ടി കൊടുത്താൽ ആ ബറക്കത്ത് മുഖേന അവരുടെ രോഗം ശമനമാകുന്നു. അതിൽ വ്യക്തമായ പ്രതീക്ഷയുള്ളവരാണ് നാം. എന്നാ ചോദിക്കട്ടെ, ഒരു സാധാരണ മനുഷ്യനാണെന്ന് എഴുതിവിട്ട ആളാണല്ലോ ഡോക്ടർ ഉസ്മാൻ. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന പ്രസിഡന്റാണല്ലോ ഡോക്ടർ ഉസ്മാൻ. ഈ ഉസ്മാൻ ശബാബ് വാരികയിലൂടെ എഴുതിവിടുന്നത് റസൂലുള്ളാഹി തങ്ങൾ സാധാരണ മനുഷ്യൻ, സാധാരണ മനുഷ്യരുടെ അതേ പ്രകൃതിയും സ്വഭാവവുമാണ് റസൂലുള്ളാഹി തങ്ങൾക്കുള്ളത് എന്ന് പരസ്യമായി എഴുതി വെച്ചിരിക്കുക. ഇത് പഠിച്ചൊരു മുജാഹിദുകാരൻ എന്ത് മനസ്സിലാക്കി? റസൂലുള്ളാഹിനെ പോലെയാണല്ലോ. ആര്? നമ്മളൊക്കെ എന്നല്ലേ പറഞ്ഞത്? നമ്മളെ പോലെയാണ് റസൂലുള്ളാഹി എന്നല്ലേ പറഞ്ഞത്? അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ കുട്ടികൾക്ക് വല്ല പ്രയാസം വന്നാൽ അവിടുത്തെ വിയർപ്പ് അല്പം എടുത്ത് പറ്റി കൊടുക്കാറുണ്ടായിരുന്നു. മൂപ്പര കുട്ടിക്ക്, മൗലവിന്റെ കുട്ടിക്ക് തലവേദന വന്നപ്പോ മൗലവി എന്ത് ചെയ്തു? കൈങ്ങ് പൊക്കി, എന്നിട്ട് കക്ഷത്തിൽ നിന്ന് ഒരറ്റ തോണ്ടിട്ട് അങ്ങ് പറ്റി കൊടുത്തു നെറ്റിമ്പലി. ഉടനെ തുടങ്ങി ഛർദി തുടങ്ങി. അത് തുടങ്ങാതിരിക്കോ? കാരണം മുസൈലിമത്തിനുണ്ടായ അനുഭവം അതല്ലേ. മുസൈലിമത്ത് നബിയാണെന്ന് വാദിച്ച് അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അദ്ദേഹം വന്ന് പ്രസംഗിച്ച് നബിയാണെന്ന് പറയുന്ന റസൂലുള്ളാഹിന്റെ ക്ലാസ്സിൽ ഞാൻ കേട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ മുസൈലിമത്തുൽ കദ്ദാബ് നബിയാണെന്ന് വിശ്വസിച്ച് യമാമയിൽ. അങ്ങനെ ഒരുപാട് ആളുകൾ മുസൈലിമത്തുൽ കദ്ദാബ് നബിയാണെന്ന വാദത്തിലേക്ക് കടന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സമീപത്ത് ചെന്ന് സഹായം അഭ്യർത്ഥിക്കുന്നത് പോലെ, പരാതിപ്പെടുന്നത് പോലെ മുസൈലിമത്തിന്റെ സമീപത്ത് വന്ന് ജനങ്ങൾ പരാതിപ്പെടാൻ തുടങ്ങി. ഒരാൾ വന്നിട്ട് പറഞ്ഞത് എന്താണെന്നറിയോ? ഓ നബിയെ, ആരെ വിളിക്കുന്നത്? മുസൈലിമത്തുൽ കദ്ദാബിനെ. എന്താ പറയുന്നത്? നമ്മുടെ കിണറ്റിൽ തീരെ വെള്ളമല്ല, ഒരല്പം വെള്ളം, അതിപ്പോ മുക്കിയാൽ തീരെ വെള്ളം ഉണ്ടാവൂല. അപ്പൊ അവിടുന്ന് എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്തു വേണം. അപ്പോ മുസൈലിമത്തുൽ കദ്ദാബ് നഹാർ റജാലിനെ തോണ്ടുകയാണ്. അല്ല, കുറെ കാലം റസൂലുള്ളാഹിനെ കൂടിയതാണല്ലോ. ഇങ്ങനെ ആരെങ്കിലും വന്നപ്പോ റസൂലുള്ളാഹി തങ്ങൾ എന്തെങ്കിലും പ്രതിവിധി നൽകിയത് എനിക്ക് ഓർമ്മ. അപ്പോഴേക്ക് നഹാർ റജാൽ പറഞ്ഞു, ഓ ഓർമ്മണ്ട്, മുമ്പൊരാള് റസൂലുള്ളാഹിന്റെ സമീപത്ത് വന്നിരുന്നു. വന്നിട്ട് ഇതുപോലെ വിഷയം പറഞ്ഞ് കണ്ടിൽ വെള്ളമല്ല, അല്പം വെള്ളം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് വെള്ളം വർദ്ധിക്കാൻ നബിയെ അങ്ങ് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. കാരണം ഇതൊരു അഭൗതിക വിഷയമാണല്ലോ. ആ വിഷയം റസൂലുള്ളാഹിനോട് വന്ന് അപേക്ഷിച്ചപ്പോ നബി തങ്ങൾ എന്താ നബി തങ്ങൾ ചെയ്തത് അന്ന് പറയും. നബി തങ്ങൾ അദ്ദേഹത്തിന്റെ പിന്നാലെ പോയി കിണറ്റിലേക്കൊന്ന് നോക്കിയപ്പോ അല്പം വെള്ളമുള്ളൂ, അതിലേക്കൊന്ന് തുപ്പി കൊടുത്ത്, തുപ്പിയതോടുകൂടെ വെള്ളം അങ്ങ് വർദ്ധിച്ച്. ഓക്കെ, റെഡി, അതന്നെ ആയിക്കോട്ടെ നമ്മളെ പരിപാടി എന്ന് പറഞ്ഞ് അയാളെ പിന്നാലെ പോയി കിണറ്റിലേക്ക് നോക്കിയപ്പോ അല്പം വെള്ളമുണ്ട്, അതിലേക്ക് അങ്ങ് തുപ്പി കൊടുത്തു. ഉള്ള വെള്ളമാണ് പറ്റിപ്പോയി.
അത് മുജാഹിദുകളുടെ നേതാവിന്റെ സ്വഭാവമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത്. വേറൊരാള് വന്നിട്ട് പറഞ്ഞ് ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ട് നബിയെ മുസ്ലിമത്തിനോടാ പറയുന്നത്. അതുകൊണ്ട് ആ കണ്ണിന്റെ കാഴ്ച ഒന്ന് വീണ്ടും കിട്ടണം. ഒരു കണ്ണിനെ കാഴ്ചയുള്ളപ്പോ രണ്ടും കിട്ടണം എനിക്ക്. അപ്പൊ ഞാൻ തോണ്ടുകയാണ്. എന്താ റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഇങ്ങനെ ആരെയും വന്നിരുന്നോ? വന്നപ്പോ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ആ പറഞ്ഞിരുന്നു. എന്താ ചെയ്തത് റസൂലുള്ളാഹി തങ്ങൾ? അവിടുത്തെ കൈ കൊണ്ടൊന്ന് തടവി കൊടുത്തു. അവിടുത്തെ കൈയുടെ സ്പർശനമേറ്റാൽ എത്ര രോഗിയുടെ രോഗശമനമാകുന്നത്. ഇതല്ലേ ബഹുമാനപ്പെട്ട ഈജിപ്ഷ്യൻ കവി ഇമാം ബൂസിരി റഹിമഹുല്ലാഹ് അവിടുത്തെ ബുർദാഇ എന്ന പ്രശസ്ത കാവ്യ ഗ്രന്ഥത്തിലൂടെ രേഖപ്പെടുത്തിയത്. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ചെയ്യാറുള്ളത് ആരെങ്കിലും വന്നാൽ അവിടെ നിന്ന് തടവി കൊടുക്കും. അപ്പൊ കണ്ണിന് കാഴ്ച വീണ്ടും കിട്ടും. ഇയാൾ എന്ത് ചെയ്തു? ആ കണ്ണിന്റെ കാഴ്ച വീണ്ടും കിട്ടാൻ വേണ്ടിയിട്ട് തടവിയതാ. മറ്റേ കണ്ണും പീസായി. നേരത്തെ ഒന്ന് പാസും ഒന്ന് പീസായിരുന്നു. ഇപ്പൊ രണ്ടും പീസായി കിടക്കാൻ. ഇക്കോലത്തിൽ കറാമത്ത് കാട്ടിയ ആളോ മൊയ്ജിദ് കാട്ടിയ ആളാണ് ആര്? മുസ്ലിമത്തിൽ കല്ലാത്ത ആ സ്വഭാവമാണ് റസൂലുള്ളാഹിനോട് വാദിച്ചുകൊണ്ട് ഒരു മൗലവി ചെയ്തത്. അല്പം കക്ഷത്തിൽ നിന്ന് വയർപ്പ് കൊണ്ട് തോണ്ടിയിട്ട് തലവേദനക്ക് അങ്ങ് പറ്റി കൊടുത്തപ്പോ ഛർദ്ദി അങ്ങ് കൂടി.